ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പയ്യന്നൂരിൻ്റെ ചെറിയൊരു ചരിത്രത്തിലേക്കാണ്. ഒരു എത്തിനോട്ടം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് പയ്യന്നൂർ. ദേശീയപാത 66 പെരുമ്പ പുഴയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ പയ്യന്നൂർ കേരള ചരിത്രത്തിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരത്തെ തുടർന്ന് 1928 പയ്യന്നൂരിലെ രാഷ്ട്രീയ സമര ചരിത്രം ആരംഭിക്കുന്നത്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഉളിയത്ത് കടവ് കടപ്പുറത്താണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത്. വിദേശ വസ്ത്രബഹിഷ്കരണം, ഖാദി പ്രചരണം, മദ്യവർജനം, ഐത്തോച്ചാടനം, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയെല്ലാം ബഹിസ്ഫുരണം പയ്യന്നൂരിൽ സജീവമായിരുന്നു. 1934 ഹരിജൻ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിനായി മഹാത്മജി പയ്യന്നൂരിൽ വന്നു. ചിറക്കൽ തമ്പുരാൻ്റെ അധികാര പരിധിയിൽ ആയിരുന്ന പയ്യന്നൂരിലെ ഭൂമിയിൽ കർഷകർക്കും തൊഴിലാളികൾക്കും അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്നിരുന്നു. മഹാത്മാഗാന്ധിജിയുടെ സ്പീച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഖാവ് AKG ക്രൂരമർദ്ദനത്തിന് ഇരയായി വീണത് പയ്യന്നൂരിലാണ്. തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ C. പൊക്കൻ എന്ന ഹരിജൻ തൊഴിലാളി മരണപ്പെട്ടു. അതെ പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ. ഇത് 1910 അത് ബ്രിട്ടീഷ് പീരീഡിൽ പണിതിട്ടുള്ള കെട്ടിടമാണ്. പോലീസ് സ്റ്റേഷൻ, പോലീസ് കച്ചേരി എന്ന് പറയില്ലേ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി, ട്രഷറി, അങ്ങനെ ആ ഒരു സമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിൻ്റെ ഒരു ഹിഡൻ ബിൽഡിംഗ് ആണിത്. കാര്യം പുറത്തുനിന്ന് നോക്കിയാൽ 2 നില എന്ന് തോന്നുന്ന രീതിയിലാണ്, പക്ഷേ ഒറ്റ നിലയാണ്. അത് ആ ബ്രിട്ടീഷ് പീരീഡിൽ ആ ഒരു കെട്ടിടങ്ങളിലെ ഈ ജയിൽ മുറികൾ, തടവറകൾ നിർമ്മിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഇതിൻ്റെ പിൻഭാഗത്തുള്ള 14 സെല്ലുകളാണ്. അത് പ്രതികൾ, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ള ഉളിയത്ത് കടവിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്ന അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഉപ്പ് നിയമം ലംഘിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉളിയത്ത് കടവിൽ നിന്ന് ഉള്ള സമരസേനാനികളെ, സമര നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ലോക്കപ്പിലാണ് അടച്ചിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ കോറോം, കരിവള്ളൂർ സമരം, മുനിയകുന്ന് സമരം, അങ്ങനെ ഈ കർഷക സമരങ്ങളിലെ അന്നത്തെ ഉണ്ടായിരുന്ന ആ നേതാക്കളെ, അല്ല കർഷക സമരത്തിൽ
അനുഭാവികളെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച മൃതപ്രായരായിട്ട് മർദ്ദിച്ച് അവശരാക്കിയിരുന്നു. ഇന്നും അതിൻ്റെ മർദ്ദന കഥകൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. മർദ്ദിച്ചവർ വന്നിട്ടുണ്ട് ഇവിടെ. പോലീസ് പഴയ CA ആയിരുന്ന ആൾക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ആയിട്ടുള്ളവർ വന്നിട്ടുണ്ട്. അവർ മർദ്ദിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തു പോയതിൻ്റെ കുറ്റബോധം അവർ പറയുന്നുണ്ട്. ഈ മർദ്ദനമേറ്റവർ പറയുന്നുണ്ട്. ഇതിൻ്റെ കാണുന്ന നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റം ഓപ്പൺ സെല്ലായിട്ടാണ് പറയുന്നത്. ഈ ഓപ്പൺ സെല്ലായിട്ട് ഈ നടുമുറ്റത്ത് അടികൊണ്ട് ചോരയിൽ കുളിച്ച് കിടന്നിട്ടുള്ളവർ പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഒരു ത്യാഗസ്മരണ, മഹാത്മാഗാന്ധിയുടെ ത്യാഗസ്മരണ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഘട്ടം മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടത്തിൽ ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ഭീകരവാഴ്ച നടന്നിരുന്ന, ബ്രിട്ടീഷ് ഭീകരവാഴ്ച നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതി കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഇത്രയേറെ. ഇതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഭീതിയോടെ അല്ലാതെ നമുക്ക് ഇവിടെ കണ്ടിറങ്ങി പോകാൻ പറ്റില്ല. ചിരുന്ന വസ്തുവകളാണ് അത്. ഒറിജിനലല്ല. ഒറിജിനലി മറ്റേ ഗാന്ധി മ്യൂസിയത്തിൽ ഇവിടെ ഉള്ളൂ. ഇതിപ്പോൾ ഗാന്ധിജിയുടെ പറയല്ല 3 monkeys, മിസാരു, ഹിഗസാരു, ഇബാസാരു എന്നാണ് പറയുന്നത്. അത് തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. അപ്പോൾ ഈ ജപ്പാനീസ് നാടോടി കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളൊരു കഥ. അത് ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 monkeys കുറിച്ച് പറയാതെ. ഇത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്നവർ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന കോപ്പായ, പിന്നെ അദ്ദേഹത്തിൻ്റെ വാച്ച്, പ്രശസ്തമായ വാച്ച്, കണ്ണട, 2 പേന, ഫൗണ്ടൻ പേനകൾ, പിന്നെ മെതിയടി, അദ്ദേഹത്തിൻ്റെ ലെതർ ചപ്പൽ. ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ ചെറു ജീവചരിത്രം വിവരിക്കുന്ന അതിൻ്റെ പിക്ചറാണ്. ഈ വിഷ്വൽ ഇഫക്റ്റാണ് ഇവിടെ. ഈ മ്യൂസിയത്തിന് വിഷ്വൽ ഇഫക്റ്റാണ്. ബോർഡിൽ കാണുന്നത് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ള സന്ദർഭങ്ങളാണ്. ഈ 5 പ്രാവശ്യം 5 തവണ ഗാന്ധിജി. അതിൽ ഈ 4ാം തവണ 1934 ഈ അവശർക്കുള്ള ഹരിജനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ഇവിടെ വരുന്നത്. ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ വരികയും ആനന്ദതീർത്ഥൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയും അവിടെ മാവൻ തൈ നിറഞ്ഞ സ്ഥലത്ത് അത് അടുത്ത ഗാലറിയിലുണ്ട്. മാവൻ തൈ വിശദമായിട്ടുണ്ടാകും. ആയിട്ടിരിക്കുന്നത് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഹോച്ചിമിൻ, നോർത്ത് വിയറ്റ്നാമിലെ ഐസെബാഗ്, മാർട്ടിൻ ലൂതർ കിങ്, റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമ എടുത്തില്ല. ഒക്കെ എഴുത്തുകാരാണ് അവിടെ. ഇത് ചാർലി ചാപ്ലിന്. ഈ ചാർലി ചാപ്ലിനെ ഈ വേഷത്തിൽ കണ്ട ആരും അറിയാൻ പറ്റില്ല, ആർക്കും മനസ്സിലാവില്ല. ഇത് എല്ലാവരും പോയി ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇത് ചാർലി ചാപ്ലിനായി. ഇതിൽ മറ്റേ 11 അത് മ്യൂസിയം. ഇത് നമുക്ക് ഈ ഹിറ്റ്ലർ മ്യൂസിയം വെച്ച് കഴിഞ്ഞാൽ ചാർലി ചാപ്ലിൻ പറയാൻ മനസ്സിലാവുള്ളൂ. ലണ്ടനിൽ വെച്ചിട്ട് സത്യം മറ്റേ ഇത്
ഗാന്ധിജി പയ്യന്നൂരിലെത്തുന്നതിൻ്റെ. ജനുവരി 12 ഞാൻ കണ്ണൂർ 34 ജനുവരി 12 ഗാന്ധിജി പയ്യന്നൂരിലെത്തി. അതിനുശേഷം ഒരു ശാന്ത ജീവിതം പോലെ കഥ പറയുന്ന ഒരു വീട്ടിലൊരു മുത്തച്ഛൻ വന്ന് തറവാട്ടിലൊരു മുത്തച്ഛൻ വന്ന് കയറുന്ന പോലെ അത്രയ്ക്ക് ഫ്രീഡമായിരുന്നു. അതേ മാവ് നടന്നു. ഈ മാവ് ഇപ്പോഴും അവിടെ അനാഥാശ്രമത്തിലുണ്ട്. അത് വഡ്ഡി ചെയ്യുന്നുണ്ട്. വഡ്ഡി ചെയ്ത് ഇപ്പോഴും ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട്. വിദേശത്തേക്ക് വരെ കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ നിന്ന് ഇപ്പോഴും ഉണ്ടാവും. ഏകദേശം ജൂലൈ കാലഘട്ടം ജൂൺ ജൂലൈ മുതലാണ് അവർ വഡ്ഡി ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയത്ത് വരും. ഇപ്പോഴും ഉണ്ടാവും. മിക്കപ്പോഴും ഇപ്പം ചെന്ന് കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും. തൈകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ എൻ്റെ വീട് ചേർത്തലൻ. നമ്മൾ ഇവിടുന്ന് അവിടെ പോയി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഗാന്ധി ഭാഗം. അതെ, ഭാഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കോടതി, രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയതും. ഇപ്പം ഈ ഭാഗമാണ് ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഭാഗം ചരിത്രം അവസാനിക്കുന്നില്ല. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സഖാവ് പി കൃഷ്ണപിള്ള പയ്യന്നൂരിൽ എത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രത്തിൽ പയ്യന്നൂരും ഉൾപ്പെടുന്നു. 1940-കളിൽ ഒളിവിൽ പോകേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കരിവള്ളൂരിൽ എത്തുന്നത്. AV കുഞ്ഞമ്പുവിൻ്റെ നിർദ്ദേശപ്രകാരം തെക്കേ മണക്കാട്ടെ തോട്ടോം വീട്ടിൽ കൃഷ്ണനാണ് അദ്ദേഹത്തിന് സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. രാത്രികളിൽ കൃഷ്ണപിള്ള അന്തിയുറങ്ങിയത് തോട്ടോം വീട്ടിൽ കൃഷ്ണൻ്റെ തറവാട്ടിലെ പത്തായത്തിൻ്റെ പുറത്തായിരുന്നു. ആ പത്തായമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പി കൃഷ്ണപിള്ള പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒളിവിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കിടന്നിരുന്ന ഈ പത്തായത്തിന് മുകളിൽ കിടന്നിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സംഭവം കൃഷ്ണപിള്ള എന്താണ് എഴുതിയിട്ടുണ്ടോ? 1940-കളിൽ ഒളിവിൽ കഴിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണപിള്ള കരിവള്ളൂരിലെത്തുന്നത്. പോയ കാലത്തെ ചരിത്രം തുടിക്കുന്ന പത്തായം പയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്ക് മക്കൾ ഏൽപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക അംഗവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന പി കൃഷ്ണപിള്ള. അദ്ദേഹത്തെ സഖാവ് എന്നാണ് ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. 1940-കളിൽ ഒളിവിൽ താമസിക്കാൻ വേണ്ടി കരിവള്ളൂർ എത്തുമ്പോഴാണ് ഈ പത്തായത്തിന് മുകളിൽ കിടന്നിരുന്നത്. ഇന്ന് നാം കാണുന്ന ഈ കെട്ടിടം നിർമ്മിച്ചത് 1910-ലാണ്. പയ്യന്നൂരിൻ്റെ ചരിത്രം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. 1942 ഒക്ടോബർ 2 പ്രഭാതം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അതിസാഹസിക സംഭവം അരങ്ങേറിയ ദിനം ആയിരുന്നു അന്ന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നുന്ന ഭീകരനായ MSP നിറത്തോക്കുമേന്തി കണ്ണിമ പൂട്ടാതെ കാവൽ നിൽക്കുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ. അന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് സ്റ്റേഷന് മുകളിലെ കൊടിമരത്തിൽ യൂണിയൻ ജാക്കിന് പകരം ഇന്ത്യൻ വർണ്ണ പതാക പാറിക്കളിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു. സ്വാതന്ത്ര്യവാഞ്ച നെഞ്ചിലേറ്റിയ 3 ചെറുപ്പക്കാരായിരുന്നു അതിനു പിന്നിൽ. TCV കുഞ്ഞിക്കണ്ണ പൊതുവാൾ, AK കുഞ്ഞിരാമ പൊതുവാൾ, CV കുഞ്ഞമ്പ് സ്രാപ്പ് എന്നീ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഇതുപോലെ നിരവധി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ. ആ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഗാന്ധി സ്മൃതി മണ്ഡപമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്.
കരിങ്കല്ലാണ് മൊത്തം. കരിങ്കല്ല ഇതിൻ്റെ മൊത്തം കരിങ്കല്ലാണ്. കരിങ്കല്ലിലാണ് ഇതിൻ്റെ ഈ വീതി ഉള്ളതുകൊണ്ട് ഇത് വലിയ സ്ഥലമാണ്. ഇതിനകത്ത് കുറേ ആൾക്കാരെ കുറേ ആളെ കുത്തിക്കയറ്റും. കുത്തിക്കയറ്റി കുത്തിക്കയറ്റിയിട്ട് മർദ്ദിച്ച അവസ്ഥയാക്കിയതാണ്. ഇടിക്കൂടെന്നൊക്കെ പറയുന്ന ഒരിക്കലും ഒറ്റക്കല്ല, ഒടിച്ച് കയറ്റിയിട്ട് തല്ലി വടി കൊണ്ടും അല്ലെങ്കിൽ അടിച്ചടിച്ച് ചവിട്ടി. അന്ന് മനുഷ്യാവകാശമൊന്നും ഇല്ലല്ലോ. അതന്നെയല്ല വേറെ ഈ അവരനുഭവങ്ങളിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നത്. അത് ഇടിക്കൊണ്ടവരൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു നികൃഷ്ടമായ രീതി എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഈ മൂത്രമൊഴിക്കാനോ ഒന്നിനും സൗകര്യമില്ല. ഇവർക്കൊരു പാത്രം കൊടുക്കുന്ന വെള്ളം കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ അതിനൊരു പാത്രം, ആ പാത്രത്തിൽ തന്നെയാണ് അപ്പീടി മൂത്രമൊഴിക്കുന്നത്. എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അല്ല ഇടി വീണതല്ല, ഇത് പുറത്തുകൊണ്ടേ കളയണമല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചവിട്ടും കൊണ്ട് ഇത് കൊണ്ട് പുറത്ത് കളഞ്ഞിട്ട് പാത്രം കഴുകി തിരിച്ചു വരുമ്പോൾ പിന്നെയും ചവിട്ട് കിട്ടും. അപ്പോൾ ഈ ഇടി അല്ല ഇത് ഈ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ പീഡനം മുട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു തന്നെ നിൽക്കും. അതിനെ കൂട്ടത്തിൽ ഇടി കൂടി കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ഇത് കൈ എത്തി തുറക്കാൻ പറ്റില്ല. ഇതേപോലെ 14 ഈ ഒരു സെക്ഷനിൽ, അപ്പുറത്തെ സെക്ഷനിൽ അത് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടി തേക്കുന്നത്. പിന്നെ അഗ്നിശമന ഇത് പാടത്ത് ഇത് തീപിടുത്തം വരുമ്പോൾ ഇതെന്തോ ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ എയർ പഴയ സിസ്റ്റം എയർ പുഷ് ചെയ്തിട്ട് വരുന്നത്. എലിക്കിണി ഇങ്ങനെ അടിച്ചു വീഴുന്നു. കട്ടയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോഴിത് ഈ ചില ഏരിയയിൽ ഇപ്പോഴും വയനാട് ഏരിയയിൽ ഇപ്പോഴും കടൽപ്പയറ്റും തെയ്യം. ഇതിന് മൊത്തത്തിൽ 3 നടുമുറ്റമാണ് ഈ കെട്ടിടത്തിന്. പ്രധാന നടുമുറ്റം ഒന്നും മനസ്സിലായില്ല. അതാ ചുമാർ കേട്ടോ. അത് ഇത്രയും വലിപ്പമുണ്ടെന്നറിയില്ല. ഇത്ര മുറികളാണ്. 14 സെല്ലുകൾ തന്നെയുണ്ട്. 6-7 മുറികളുണ്ട് അതിനകത്ത്, വലിയ മുറികളായിട്ട്. അതെ. പക്ഷെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു വീട്, ശാന്തമായിട്ടൊരു വീടായിട്ടാണ് തോന്നുന്നത്. പിന്നെ 1910 പണിയത്. 1910 പണിതതാണ് പക്ഷെ കോൺഗ്രസിൻ്റെ രൂപീകരണം. അത് ഇവിടെ കേരളത്തിലുണ്ടാകുന്നതിൻ്റെ അതിൻ്റെ പുരോഗതിയൊക്കെ കുറിച്ച് പറയുന്നതാണ്. അയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. നമ്മളിവിടെ ഈ പോലീസ് മൈതാനത്ത് നെഹ്റു വന്ന് പ്രസംഗിച്ചിട്ടുള്ള ഇതിലാണ് TCV കുഞ്ഞികൃഷ്ണ പൊതുവ, CV കുഞ്ഞമ്പു സാപ്പ്, AK കുഞ്ഞിരാമ പൊതുവ. ഇവരാണ്. അതെ. ഇത് യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തിയിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഇതെന്ന പോലീസ് സ്റ്റേഷൻ മന്ദിരത്തിനും ഫ്രണ്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പതാക വലിച്ചു താഴ്ത്തി പകരം ഈ ദേശീയ പതാക കയറ്റുന്നുണ്ട്. സമരം, മുനിയംകുന്ന്, അതിനപ്പുറത്ത് കോറം. 3 കർഷക സമരങ്ങളുണ്ട്.
വല്ലാത്തൊരു നൊമ്പരത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ കഴിയൂ. ഈ മ്യൂസിയത്തിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ ശ്രീ ഇഗ്നേഷ്യസ് സാറാണ് ഇത്രയും നേരം നമുക്ക് വിശദമായ വിവരങ്ങൾ പറഞ്ഞു തന്നത്. അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. അടുത്ത ഒരു വിശേഷവുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.